ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ജൂൺ 21 വെള്ളിയാഴ്ച പൗർണമിയാണ്. മിഥുന മാസത്തിലെ പൗർണമി. വെള്ളിയാഴ്ചയും പൗർണമിയും കൂടി ചേർന്ന് വരുന്ന വലിയ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ജൂൺ 21. നമുക്ക് സാധാരണയായിട്ടറിയാം, വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഭഗവതിക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പൗർണമിയും നമ്മൾ ദേവിക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ 2 ദിവസങ്ങളും, പൗർണമി ദിവസവും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്നതിനാൽ വളരെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ദേവീ ഭജനത്തിന്. ഇനി എന്തിനാണ് നമ്മൾ ദേവിയെ ഭജിക്കുന്നത്? ആരാണ് ദേവിയെ ഭജിക്കേണ്ടത്? ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ഭഗവതിയെ ഭജിക്കണം. അത് വളരെ നിർബന്ധമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ രോഗമായിരിക്കാം, അതല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു തടസ്സമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, വീട്ടിൽ കുടുംബസ്വസ്ഥത കുറവായിരിക്കാം, അല്ലെങ്കിൽ അയൽക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ഇങ്ങനെ നമ്മൾ നിരന്തരം തൊഴിലിടത്ത പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ കുട്ടികളുടെ സ്വഭാവ ദൂഷ്യത്തെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം, വീട്ടിലുള്ളവർക്ക് ദേഷ്യം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ദേവീ ഭജനം. ഇപ്പോൾ ഭഗവാൻ നാരായണനെ ഭജിക്കുമ്പോൾ അവസാനമായിട്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? മോക്ഷമാണ് ലഭിക്കുന്നത്. മോക്ഷം ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ഭഗവാൻ നാരായണനെ ഭജിക്കണം. കാരണം നമുക്ക് നമ്മുടെ കൂടെ ഭഗവാൻ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിട്ട് അവസാനം നമ്മൾ നാരായണ ഭക്തരെ എന്ത് ചെയ്യും? ഭഗവാൻ അങ്ങ് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. മോക്ഷമാണ്, ഭഗവാനിലാണ് പിന്നെ നമ്മുടെ സ്ഥാനം. പക്ഷേ ദേവീ ഭജനം ചെയ്യുന്ന ആളുകൾ ഗൃഹസ്ഥാശ്രമികളാണ്. അവരുടെ ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് അവരെ ആശ്രയിക്കുന്നത് ഭഗവതിയാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓടിച്ചെന്ന് ആരോടാണ് പരാതി പറയുന്നത്? നമ്മുടെ അമ്മയോടാണ് പരാതി പറയുന്നത്. കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അമ്മയാണ് അത് ശാന്തമായി കേട്ടിട്ട് തൻ്റെ മക്കൾക്ക് എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ദേവി മഹാമായ. അപ്പോൾ ഏത് രൂപത്തിലാണോ നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ പല ആളുകളുടെയും വീടിനടുത്ത് ദേവീക്ഷേത്രങ്ങൾ കാണും. ചിലടത്ത് ഭദ്രകാളി ആയിരിക്കാം, ചിലർക്ക് ദുർഗാദേവി ആയിരിക്കാം, ചിലർക്ക് വനദുർഗയായിരിക്കാം, പാർവതി ദേവി ആയിരിക്കാം, മഹാലക്ഷ്മി ആയിരിക്കാം. ഇങ്ങനെ ദേവിയുടെ പല രൂപങ്ങളിൽ നമ്മുടെ വീടിനടുത്ത് ദേവീക്ഷേത്രങ്ങൾ കാണും. അപ്പോൾ ആ ദേവിയെ, കാർത്യായനി ദേവിയാണെങ്കിൽ കാർത്യായനി ദേവി, ഏത് ദേവിയാണോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ദേവീ സങ്കല്പത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് അടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദേവീ രൂപത്തെ, അത് പാർവതി ദേവിയാകാം, അതല്ലേ കാർത്യായനി ദേവിയാകാം, ദുർഗാദേവിയാകാം. ഇനി സാമ്പത്തിക ദുഃഖങ്ങളൊക്കെ ഭീകരമായി അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ മഹാലക്ഷ്മിയെ ആ രൂപത്തിൽ പ്രാർത്ഥിക്കാം. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓ മഹാലക്ഷ്മി നമ എന്ന് 108 തവണ നമുക്ക് ഈ പൗർണമി ദിവസം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാം. അത് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് സന്ധ്യയ്ക്ക്, അതാണ് വളരെ വിശേഷമാണ്. സാമ്പത്തികപരമായി ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഈ പൗർണമി ദിവസം, വെള്ളിയാഴ്ചയും പൗർണമിയും കൂടി വരുന്ന ഈ ദിവസങ്ങൾ സന്ധ്യയ്ക്ക് നെയ്വിളക്ക് കത്തിച്ചിട്ട് 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ചിട്ട് 108 തവണ നമ്മൾ ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ എന്ന് നമുക്ക് ജപിക്കാം. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു നാമമാണ്. ഓം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്ന് ഇതേ രൂപത്തിൽ, അതായത് ഇങ്ങനെ സ്പീഡിലല്ല, വളരെ സാവകാശം നമുക്ക് 108 തവണ ഒരു ജപമാല ഉപയോഗിച്ച് നമുക്ക് ജപിക്കാം. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലാതെ നമ്മൾ എണ്ണുമ്പോൾ നമ്മൾ ആ എണ്ണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുറച്ച് മുത്തുകളെങ്കിലും അല്ലെങ്കിൽ കുറച്ച് 108 ഒരു പേപ്പറുകളെങ്കിലും എടുത്ത് വെച്ച് അത് വെച്ച് എണ്ണിയിട്ടെങ്കിലും നിങ്ങൾ ജപിക്കണം. കയ്യിൽ എണ്ണുമ്പോൾ നമ്മൾ കയ്യിൽ എണ്ണുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും, ഈ നാമജപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തില്ല. ആ രീതിയിൽ നമുക്ക് ഈ നെയ്വിളക്ക് കത്തിച്ച് വെക്കാൻ വളരെ
നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ സാമ്പത്തിക ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ അത് സന്ധ്യയ്ക്ക് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ത്രിസന്ധ്യയ്ക്ക് രാവിലെയും നമുക്ക് ജപിക്കാം, അതിന് ദോഷമില്ല. നമുക്ക് എപ്പോഴാണോ സമയം അനുസരിച്ചിട്ട് നമുക്ക് ജപിക്കാം. രാവിലെ ജപിക്കുമ്പോൾ അതിരാവിലെ ജപിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 3:30 മണിക്കൊക്കെ എഴുന്നേറ്റ് ജപിക്കുകയാണെങ്കിൽ വളരെ വിശേഷമാണ്. 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് 3:30 മണിക്ക് ജപിക്കുകയാണെങ്കിൽ വളരെ വിശേഷമാണ് ഈ 108 തവണ. അതല്ലെങ്കിൽ തന്നെ ഒരു 4-4:30 സമയത്തെങ്കിലും നമ്മൾ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളുപ്പിനെ ജപിക്കണം. അത് കഴിഞ്ഞിട്ടായാലും ദോഷമില്ല, പക്ഷേ കൂടുതൽ ഫലം ആ സമയത്ത് ജപിക്കുമ്പോൾ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ത്രിസന്ധ്യാ സമയത്ത് വിളക്ക് കത്തിച്ച് വെച്ച് ജപിക്കുക. ഇനി ഈ നാമം ജപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിർബന്ധമായും നമ്മൾ ഗണപതി ഭഗവാനെ ഭജിക്കണം, നമ്മുടെ കുടുംബദേവതയും ഭജിക്കണം. ഇവരെ രണ്ടുപേരെയും ഓർത്ത് നാമം ജപിച്ചതിന് ശേഷം വേണം ഇത് ജപിക്കാനായിട്ട്. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിന് കൂടുതൽ ഫലമാണ് ഉള്ളത്. ഇനി അതല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിലും അത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് ഈ ദിവസം ജപിക്കുന്നത് വളരെയധികം ഫലത്തെയാണ് അത് പ്രദാനം ചെയ്യുന്നത്. ഇനി ഇതൊന്നും സമയമില്ല, നാമം ചൊല്ലാനും സമയമില്ല, വിളക്ക് കത്തിക്കാനും സമയമില്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ തൊഴിലിടത്തിലായാലും അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴായാലും എന്ത് ചെയ്യുക, ദേവിയെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതിനെന്തായാലും പറ്റുമല്ലോ. ഒരു യാത്ര ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ജപിക്കാം. അതായത് ദേവീ ഭജനം നാളത്തെ ദിവസം ഒഴിവാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വ്രതത്തിലാണെങ്കിൽ നമുക്ക് ഒരു നേരം അരിഭക്ഷണം കഴിച്ചിട്ട് ബാക്കി 2 നേരം പഴങ്ങളൊക്കെ കഴിച്ചിരിക്കാം. അതല്ലെങ്കിൽ ഉപവസിക്കാം. അതല്ലെങ്കിൽ അരിഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, ഉപവാസം അനുഷ്ഠിക്കാം. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെങ്കിലും ഒഴിവാക്കി ശുദ്ധമായ ആഹാരത്തിലിരുന്ന് ദേവീ ഭജനം നടത്തുക. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് എല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ അമ്മയാണ്. അമ്മ നമുക്ക് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ദേവി നമുക്ക് കണ്ടെത്തി തരുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ ദേവി മഹാമായ കാത്തുകൊള്ളും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. കാരണം എപ്പോഴും ദേവിയുടെ ഒരു അനുഗ്രഹം, ദൈവങ്ങളുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാവുകയുള്ളൂ. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. എല്ലാ മനുഷ്യർക്കും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലെ പ്രശ്നങ്ങൾ കാണും. ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്കെന്ത് വേണം? ഒരു ദൈവാനുഗ്രഹം വേണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും നാളത്തെ ദിവസം ദേവിയെ പ്രാർത്ഥിക്കാം. ലളിതാ സഹസ്രനാമം ജപിക്കുക, മഹാലക്ഷ്മിയുടെ ഈ പ്രാർത്ഥനകളൊക്കെ ജപിക്കുക, നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കുക, അമ്മേ നാരായണ എന്ന് പറയുന്ന നാമം ജപിക്കുക. അക്കൂട്ടത്തിൽ ഗണപതി ഭഗവാനെയും നമ്മുടെ കുടുംബദേവതയും ഓർക്കുക. പിന്നെ മറ്റൊരു കാര്യം, നാരായണ ഭജനം അതൊരു ദിവസം പോലും മുടക്കരുത്. കാരണം നമ്മളെല്ലാവരും അവസാനമായി ആഗ്രഹിക്കുന്നത് എന്താണ്? ഏറ്റവും അവസാനം നമ്മുടെ ജീവിതത്തിൽ മോക്ഷം. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും മോക്ഷമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നാരായണ ഭജനം ഒരു ദിവസം പോലും മുടക്കരുത്. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ, എനിക്കറിയാവുന്നതുപോലെ പറയാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.